ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കേക്കിനും ബേസായിട്ട് ചെയ്യാൻ പറ്റിയ വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തുടങ്ങി അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് റെസിപ്പി നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 250 ml കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ 1 കപ്പ് എന്നുള്ള ഒരു മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെടുക്കുന്ന ബൗളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ മൈദ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ട് ഒരു നൈഫ് എന്തെങ്കിലും ഉപയോഗിച്ച് മൊത്തമായിട്ട് ഇതേപോലെ വടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. നമ്മുടെ വാനില സ്പോഞ്ചിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർക്കുന്നത്, ബേക്കിംഗ് സോഡ ഇടാറില്ല. ഇനി ഇതേപോലെ കൈവച്ചൊന്ന് വടിച്ചിട്ട് ഈ ബേക്കിംഗ് പൗഡറും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു വാനില സ്പോഞ്ചിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാത്തത് നമുക്ക് ഈ സ്പോഞ്ച് റെഡിയായി വരുമ്പോഴേക്കും ഒരു യെല്ലോ കളർ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് വാനില സ്പോഞ്ചിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്ത പോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 4 എഗ്ഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് നിങ്ങൾക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 എഗ്ഗ് എടുത്താൽ മതി. ഞാനിപ്പോൾ 2 7 ഇഞ്ചിൻ്റെ ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് 4 എഗ്ഗ് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 8 ഇഞ്ചിൻ്റെ ടിന്നിലും ഇതേപോലെ ചെയ്യാം. 8 ഇഞ്ചിൻ്റെ ടിന്നാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ടിന്ന് എടുത്താൽ മതി. കാരണം 4 എഗ്ഗ് കൂടുതൽ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹൈറ്റും പിന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാനായിട്ടാണ്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ടിന്നിൽ നമ്മൾ ഇത്തരം ബാറ്റർ റെഡിയാക്കി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഓവറായിട്ട് നിൽക്കും. അപ്പോൾ അധികം ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ നമ്മൾ നേരത്തെ ഫ്ലോർ എടുത്ത ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. ഇനി നമ്മുടെ എഗ്ഗും വാനില എസൻസും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ 1-2 തവണയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൗഡേർഡ് ഷുഗർ ആണെന്നുണ്ടെങ്കിലും 1-2 ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം അപ്പോൾ കൂടുതൽ നേരം ബീറ്റ് ആവും. നമ്മൾ എത്രത്തോളം കേക്ക് കൂടുതൽ, അതായത് ഈ എഗ്ഗ് കൂടുതൽ നമ്മൾ ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ കേക്കിന് ഹൈറ്റ് കൂടും, പിന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ ഒരു യെല്ലോയിഷ് കളറ് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ കേക്കിന് ആ ഒരു കളറ് കിട്ടുള്ളൂ. ഒരു വൈറ്റ് ആ ഒരു കളറ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തരികളൊക്കെ തെറിച്ച് സൈഡിലേക്ക് ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ സ്പാച്ചിൽ വെച്ച് ഒന്ന് വടിച്ചെടുത്തിട്ട് നമ്മുടെ സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആകുന്നത് വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് വാനില കേക്കിനോ വൈറ്റ് ഫോറസ്റ്റിനോ അങ്ങനെ നമ്മൾ വൈറ്റ് സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കേക്കിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓയിലാണ്. അപ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് സ്പീഡ് കൂടിയിട്ട് ഒരുപാട് നേരം ഒന്നിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഏറ്റവും കുറവ് സ്പീഡിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബീറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുമിച്ച് ഒറ്റയടിക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. ഒരു പകുതി ആദ്യം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തമായിട്ടും ഒഴിച്ചിട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടി 2 ട്രിപ്പായിട്ട് ഇടുന്ന സമയത്ത് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് 1/4 കപ്പ് പാല് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു സ്പോഞ്ചിലേക്ക് എടുക്കുന്നുണ്ട്.
അപ്പോൾ രണ്ടാമത്തെ ബാറ്റർ ഒഴിച്ച് ബാലൻസ് ഉണ്ടായിരുന്ന മിൽക്കും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊടിയെല്ലാം കൂടി കട്ട പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടക്കും. അപ്പോൾ കേക്ക് ബേക്കായി വരുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ബീറ്റർ വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും സ്പാച്ചില വെച്ച് ഒന്ന് പയ്യെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി സ്പീഡ് കൂട്ടിയിട്ട് സ്പാച്ചില വെച്ചാണെങ്കിലും ബീറ്റർ വെച്ചാണെങ്കിലും ഒത്തിരി സ്പീഡിലൊന്നും നമ്മൾ ഫോൾഡ് ചെയ്ത് ഇളക്കി നശിപ്പിക്കരുത്. പതിയെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ ഫുള്ള് കംപ്ലീറ്റ് നമ്മുടെ ബാറ്റർ നമ്മൾ ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു 7 ഇഞ്ചിൻ്റെ 2 ടിന്നാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ എനിക്കൊരു ഓർഡറുള്ള കേക്കാണ്. അപ്പോൾ അവരൊരു ടോൾ കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ 2 ടിന്ന് നമ്മൾ എടുക്കുമ്പോഴുള്ള ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഭാഗം ഒരുപാട് അങ്ങോട്ട് പൊങ്ങി നമുക്ക് കട്ട് ചെയ്തൊന്നും കളയേണ്ടി വരില്ല. 2 ടിന്നിലായിട്ട് ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ലെവലായിട്ട് ബേക്ക് ചെയ്ത് വന്നോളും. ഇപ്പോൾ 8 ഇഞ്ചിൻ്റെ ടിന്നാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു ബാറ്റർ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ഒഴിക്കാനേ ഉണ്ടാവുള്ളൂ. 7 ഇഞ്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2ആയിട്ട് നിങ്ങൾക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മുടെ ഓവൻ നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യാനിടണം. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടേക്കണം. എന്നിട്ട് നമ്മുടെ ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ നന്നായിട്ട് കേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കേക്ക് നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ. അപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് നമ്മൾ ബേക്കിംഗ് ടൈം ഇട്ടിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്പോഞ്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ടിന്നിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് തണുക്കാനായിട്ട് നിൽക്കണ്ട, കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ടിന്നിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ആ ഉള്ളിലെ ചൂടൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ടിന്നിൽ ബേക്ക് ചെയ്ത കേക്ക് ഇതേപോലെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 4 ലെയർ കിട്ടും. അത്യാവശ്യം ഹൈറ്റുള്ള നല്ലൊരു കേക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ദേ ഇവിടെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്പോഞ്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഞാൻ ഓഫ് ചെയ്ത് കാണിക്കാം. ദേ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ 1 കപ്പ് മൈദ എടുത്ത ആ ഒരു സ്ഥാനത്ത് 1 കപ്പ് മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.